അടിച്ച് പറിച്ചേക്കണം. സോറി, അവൻ നമ്മളെ തിരിച്ചടിച്ചാലോ? ഇടി തുടങ്ങിയ പിന്നെ അവന് ഇടി കൊള്ളാനല്ലാതെ തിരിച്ചിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല. അതെ, ഞാൻ പോരാ. നീ ഇവിടെ ഇരിക്കും. ഓക്സിജൻ എടുക്കാനായിരിക്കും. ഇത് കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. അതെ, പോണോടാ. എന്തൊരു പ്രശ്നം? സോറി, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ കത്രിക എങ്ങനെ ഇങ്ങനെ പിടി. അതങ്ങനെ ശരിയാവുക? ഞങ്ങൾ സോറി സോറി പറയാറായ നീ ഞങ്ങളുടെ ഞാനിന്ന് എന്റെ വേട്ടവളിയും വരെ തല്ലുന്നോടാ. സ്മോക്ക് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലേ? രാജേഷേ, ಆ ಸಸ್ಪೆಕ್ಟ್ ಅಲ್ಲ, ಅವನ ಲಾಕಪ್ ಅಲ್ಲಾಕ ಆ ಕೊಡಿ ಎಲ್ಲ ಸತ್ಯ ಬರುತ್ತೆ ನನ್ನ ಮಗನಿಗೆ. ಕಾನ್ಸ್ಟೇಬಲ್ ಒಂದು ಟೀ ತಗೊಂಬ. ನಿಮ್ಮ ಕೇಸ್ ಇಷ್ಟರಲ್ಲಿರಲಿ. ആജിമസ്താനെ ഒറ്റയടിക്ക് മൂത്രം ഒഴിപ്പിച്ചതാ. 3-ാം ദിവസം അയാൾക്ക് മൂത്രം പോകാതെ ICU കിടന്ന് മടിയായെന്ന് അറിഞ്ഞത്. മൂത്രം അടിക്കേണ്ടി വരും തോന്നുന്നു എനിക്ക്. ಏನು ಅನ್ಕೊಂಡಿದ್ರ? ಆಚೆ ತರ ಬಂದೆ. ಓ ಇವ್ರದು. ಇವರು ಮಲಯಾಳಿಗಳು ಸರ್. ಓ ಮಲಯಾಳಿ ಏನಲ್ಲ തിന്തിದ್ದೆಲ್ಲ എല്ലിൻ്റെ കയറിത്താ അല്ല സർ. அந்த செகண்ட் அடிச்சு போட்டு போதம் கெடுத்து இந்த பெண்ணை ரேப் செய்யல നിങ്ങളുടെ പ്ലാൻ. ലോഫർ നമ്മ മക്കള നീനാ ഈ സംഘത്തലവൻ? പിന്നാറാ? ഇല്ല സർ, ഞങ്ങൾക്ക് തലവനില്ല സർ. അതെയാക്കെ? ഞങ്ങൾക്ക് സംഘം ഇല്ല സർ. ಏನೋ ಇದು? ഇത് പല്ലಲ್ವಾ? നിനാഗിതടക്കട പല്ല്? അതവന്റെ 33ാമത്തെ പല്ല സർ. ಸರ್, ಅವರೆನ್ನೇ ಹೊಡೆದ್ರು. ಅದಕ್ಕಾಗಿ ಏನು ಮಾಡಲಿ? ಓ ನಿನಗೇನಾ ಇವ್ರು ಹೊಡೆದಿತ್ತು? ಕಂಪ್ಲೇಂಟ್ ಹೊಡೆದಿತ್ತು ನಂಬಿದ್ದಿ. ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല സാറേ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. ഇവളുടെ ഫ്രണ്ട്സാ. ഈ ನನ್ನ മക്കളാ? അതെ സാർ. ഒരു അബദ്ധം പറ്റിയതാ. സാറ് വെറുതെ വിടണം. ಕಾನ್ಸ್ಟೇಬಲ್ ಅವ್ರು ಹೋಗ್ಲಿ ಬಿಡಪ್ಪ, ಕಳಿಸ್ಬಿಡು. ಹೋಗ್ಯಾ? എല്ലിന്തല ಬರ್ತಾರೆ ನನ್ನ ಮಕ್ಕಳು. നിക്ക്, പുറത്തെൻ്റെ കാർ കിടപ്പുണ്ട്. ಕಾನ್ಸ್ಟೇಬಲ್ പോയി കയറാം. ನಿಮ್ಮೆಲ್ಲ ಒಂದು ಕೆಲಸ ಮಾಡಿದ್ರೆ എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? സീനൊക്കെ അത് മര്യാദക്ക് വണ്ടി കയറും. ಹೋಗ್ಯಾ? ನೆಕ್ಸ್ಟ್ ಕೇಸ್ ಯಾವುದು? ചേട്ടാ, AC ഒന്ന് കൂട്ടിയിടുവോ? പുറയിലേക്ക് തണുപ്പ് കിട്ടുന്നില്ല. ടൂറോ അല്ല, തല്ലാൻ കൊണ്ടുപോവാ. എന്നാ ചൂട് മതി അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പക്ഷെ പോയതെൻ്റെ ഒരു പല്ല. ഈ 4 പേര് ചേർന്ന് ഒരാളെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലിയാ എനിക്ക് ശീലം. പല്ലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും. ആരുടെയാ? അത് ആരുടെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു.
എല്ലാരും ഇറങ്ങിയോ? എല്ലാരും പല്ല് കൊടുക്കണോടാ? അപ്പൊ എങ്ങനെ, ആരാ ആദ്യം? ഇവനാണ് പോണ. അന്നതങ്ങനെ പറ്റിപ്പോയി. തിരിച്ചല്ലേ തീരുന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ യുവമാരൊന്നും ചെയ്യരുത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തല്ലുകൊള്ളണ്ട. തല്ലി തീർക്കാനാണ് തല്ലട്ടെ. തല്ലാനോ കൊല്ലാനോ ഒന്നും കൊണ്ടുവന്നല്ല. വാ, രാജേഷിനോട് കുറച്ച് സംസാരിക്കണം. വേറൊന്നുമല്ല, ചാരുൻ്റെ കാര്യം. എടോ, താൻ കരുതുന്ന ഇഷ്ടമല്ല ചാരും തന്നോടുള്ളത്. അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. ചാരുവിനെ എനിക്കറിയാം. തന്നെ പോലെ ഒരാളോട് അവൾക്കൊരിക്കലും ഇഷ്ടം തോന്നില്ല. എന്തിനു വെറുതെ? ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാ പോരെ? ചാരു, രാജേഷ് ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? എന്താടാ? എനിക്ക് നല്ല വിഷമമുണ്ടാ. എന്തിന്? എനിക്ക് വേണ്ടടാ. എന്തിന്? ഇതിപ്പോ തീരും. ഇവിടെ ഇനിയുണ്ട്. ദേ അതൊന്നല്ലടാ അല്ലേ, എനിക്ക് അവിടെ മുത്തന്നെ വിളിച്ചിട്ടാ. ഇവങ്ങനെ സഹിക്കൂടാ. എന്ത്? ഇവനവളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യേ, ഇവനെ അവളെ അല്ല, അവളാണ് ഇവനെ വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ആരാ വേണ്ടാന്ന് പറഞ്ഞാലും ഇവനെ വേണ്ടാതായില്ലേ? ഇതല്ലേ ആ ലൈറ്റ് ആണ് മുറി. ഞാനും വരാം. വാ. അവനുണ്ടാവും മുറി. അതാ വെളിച്ചം. ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി കാണും. നീ എങ്ങനെ പറഞ്ഞ? അവന് വിഷമാവൂലേ? അതിന് സാധ്യത നല്ല സാധ്യതയൊക്കെ ഉണ്ടാവും. നീ അങ്ങനെ പറയാൻ പാടില്ല കേട്ടല്ലോ. ചാരു, ഒന്നും ചെയ്യാൻ വന്നല്ല, ഒന്ന് കാണണമെന്ന് തോന്നി. ഒന്ന് പുറത്തേക്ക് വരൂ. കുടിച്ചിട്ടുണ്ടല്ലോ. ആ, കുടിച്ചിട്ടുണ്ട്, കുറച്ചധികം. ചാരുവിനൊരു കാര്യം അറിയൂ, ഞാൻ വിട്ടുപോയതിനേക്കാളും എന്നെ വിട്ടുപോയാലോ എൻ്റെ ലൈഫിൽ കൂടുതൽ. ഞാൻ നാളെ പോവാ. പോണതിന് മുന്നേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു തന്നെ. പെട്ടെന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ എന്ന് പേടിച്ച അന്നെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ നമുക്ക് ആളുകളെ നഷ്ടാവുക ചെയ്യാം. അല്ലെങ്കിലും എന്നെക്കാളും തനിക്ക് ചേരുന്നത് അവനാ. ആര്? ആ റോഷൻ. കൊള്ളാം. ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. എന്നെ പോലെ അനിയത്തി കിട്ടിയത് ഭാഗ്യാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളാ റോഷൻ. ഈ പ്രേമം വല്ലാത്തൊരു സംഭവം. നോക്ക്, ചൊല്ലൻ്റെ നിപ്പ്. ലവ് യു. ഈ റമ്മും വല്ലാത്തൊരു സംഭവം. നോക്കിയേ ചുള്ളന്റെ ഇരിപ്പ്. ഞാനും പോകും നാളെ. നാളെ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ?